എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കണം, ഒരാൾ പോലും നശിച്ചു പോകരുത് എന്ന ആത്മീയ തീഷ്ണത ഇല്ലെങ്കിൽ കിട്ടിയ വരദാനങ്ങളൊക്കെ ശൂന്നും പറഞ്ഞ് കാണാതെ പോകും. നമ്മുടെ സ്വന്തം പരിപാടി കാണും, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാണും, ഒരു ആശുപത്രി കാണും, ഒരു ക്ലിനിക്ക് കാണും, അത് നന്നാകണേ നന്നാകണേ നന്നാകണേ, ഒരു കിൻഡർഗാർട്ടൻ കാണും. ഇതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ടിരിക്കും. പരിശുദ്ധാത്മാവ് നൽകിയ വരദാനങ്ങളെല്ലാം മാഞ്ഞു പോകും. ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി, ജനത്തെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ദൈവം നൽകുന്നത്. അതിൽ ഏറ്റവും വളരെ വിലപ്പെട്ട ഒരു വരദാനമാണ് മധ്യസ്ഥ പ്രാർത്ഥനാ വരം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 110:1. കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. അതായത് കർത്താവ്, അത് കർത്താവ് എന്ന് പറഞ്ഞ പിതാവായ ദൈവം. ദാവീദ് എഴുതുകയാണ്, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. അത് മരിച്ചുയർത്ത യേശുവാ, ദാവീദിന്റെ കർത്താവ്. പിതാവായ ദൈവം മരിച്ചുയർത്ത യേശുവിനോട് അരുളി ചെയ്തു, നീ കുരിശുമരണമൊക്കെ പൂർത്തിയാക്കി, പാപപരിഹാര ബലിയൊക്കെ പൂർത്തിയാക്കി. ഇനി നീ എന്ത് ചെയ്യണം? നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക, മധ്യസ്ഥം വഹിക്കുക. പാപപരിഹാര ബലി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഈ പാപപരിഹാര ബലിയുടെ ഫലം എല്ലാവരിലേക്കും ഓരോ നാളിലും എത്തിച്ചേരാൻ കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം. ലോകമെമ്പാടുമുള്ള നമുക്ക് ചുറ്റുമുള്ള 10,000-ങ്ങളെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അതാണ് കരുണക്കൊന്തയിൽ ചെല്ലുന്നത്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഇടയ്ക്കൊന്ന് കൂട്ടിച്ചേർത്തോ, എല്ലാവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഏറ്റവും ശ്രേഷ്ഠ പ്രാർത്ഥനയാണ്. ഒരു സൗജന്യ പാപമോചനം കൊടുക്കണമെന്ന് അതിന്റെ അർത്ഥം. യേശുവിന്റെ യോഗ്യതയാൽ സൗജന്യ പാപമോചനം പശ്ചാത്തപിക്കാത്ത വീരന്മാർക്കൂടെ എന്ന് പറഞ്ഞാൽ അഗസ്തീനോസിനെ പോലെ ഉള്ളവർക്കൂടെ ഒരു സൗജന്യ പാപമോചനം കൊടുത്ത് അവരിലെ പിശാചെന്ന് പോകട്ടെ, പിശാചിന്റെ ഭരണം. കരുണയായിരിക്കണമേ, അത് ഏറ്റവും നല്ല പ്രാർത്ഥനയാണെങ്കിലും അല്പം കൂടെ ഒരു പൂർണ്ണത. എല്ലാവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സങ്കീർത്തനം 110:1 മുതൽ 4 വരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നിന്റെ കാലിന്റെ അടിയിൽ ഞാൻ ആക്കിത്തരാം. പിശാചിനെ, പാപത്തിന് ദുഷ്പ്രേരണ കൊടുക്കുന്ന പിശാചിനെ നീ എന്ത് ചെയ്യണം? നീ എൻ്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കണം. മതതീവ്രവാദികളായ ഒരു 10,000 പേരെ, ഒരു 50,000 പേരെ, ഒരു 70,000 പേരെ, ഒരു 90,000 പേരെ, 1,00,000 പേരെ, അനേക ലക്ഷം പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവ് കേൾക്കുമോ? അപ്പോൾ മധ്യസ്ഥം വഹിക്കാതിരുന്നാൽ അത് പാപം ആവുകയില്ലേ? സാമുവേൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ
ഞാൻ പാപത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്വന്തം കാര്യം സിന്ദാബാദിൽ കഴിയുകയാണ്. എനിക്കെന്ത് കിട്ടും? എനിക്കെന്ത് നഷ്ടമുണ്ടാകും? എൻ്റെ സൽപ്പേര് ഇങ്ങനെ ഇരിക്കുകയാണ് ആയുഷ്കാലം മുഴുവൻ. ഇതിന് മാറ്റം വരണം. യേശുവിനെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി അപമാനവും നിന്ദനവും സഹിക്കുവാൻ ഭാഗ്യം കിട്ടുമ്പോൾ നന്ദി പറഞ്ഞ് ആനന്ദിച്ച് ആ സഹനമെല്ലാം കോടാനുകോടി പാപികൾക്ക് വേണ്ടി ഓരോ നാളിലും വീണ്ടും വീണ്ടും ഓർക്കുമ്പോഴൊക്കെ കാഴ്ചവെച്ച് ആനന്ദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നീ മധ്യസ്ഥം വഹിച്ചു കഴിയുമ്പോൾ എന്തു സംഭവിക്കും? 110:2 കർത്താവ് സിയോനിൽ നിന്ന്, തന്റെ വാസസ്ഥലത്ത് നിന്ന് നിന്റെ അധികാരത്തിന്റെ ചെങ്കോലയക്കും. നീ മധ്യസ്ഥം വഹിച്ച് മുന്നേറുമ്പോൾ നിനക്ക് മിറക്കിൾ വർക്കിംഗ് പവർ, ഹീലിംഗ് പവർ, ഡെലിവറൻസ് പവർ, പിശാചുക്കളുടെ മേൽ അധികാരം, രോഗങ്ങളുടെ മേൽ അധികാരം, ദൈവവചനത്തിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കി പങ്കുവെക്കാനുള്ള അധികാരം, ജനത്തെ നയിക്കാനുള്ള അധികാരം നിനക്ക് തരും മധ്യസ്ഥം വഹിക്കുന്നവർക്ക്. കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ അധികാരത്തിന്റെ ചെങ്കോലയിക്കും. ശത്രുക്കളുടെ മുമ്പിൽ നീ വാഴുക. നിന്നിൽ അത്ഭുത പ്രവർത്തനപരവും രോഗശാന്തിപരവും കാണുമ്പോൾ ഇതാ നിന്നെ എതിർത്തിരുന്ന പാർട്ടീസൊക്കെ രഹസ്യത്തിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറയും. ഒന്ന് തല കുനിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. അവരോട് തർക്കിക്കാനൊന്നും പോണ്ട, അവരിങ്ങോട്ട് വന്ന് നിന്നെ വണങ്ങും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, നീ ഒരു കൺവെൻഷനോ ധ്യാനമോ ഒരുക്കുമ്പോൾ പണ്ട് എതിർത്തിരുന്നവരായിരിക്കും മുൻനിരയിൽ നമ്മളെ സഹായിക്കാൻ. നോക്കിയേ, സങ്കീർത്തനം 110:3 വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം, നീ ധ്യാനം ഒരുക്കുന്ന ദിവസം, നീ കൺവെൻഷൻ ഒരുക്കുന്ന ദിവസം, നിന്റെ ജനം മടി കൂടാതെ തങ്ങളെ തന്നെ നിനക്കു സമർപ്പിക്കും. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. നിന്നിൽ അത്ഭുത പ്രവർത്തനപരമുണ്ട്, രോഗശാന്തിപരമുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട്. യുവാക്കൾ നീ വിളിച്ചു കൂട്ടേണ്ട, അവർ നിന്റെ അടുത്തേക്ക് വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തത് വളരെ ഗൗരവമുള്ള കാര്യം, വളരെ ഗൗരവമുള്ള കാര്യം. സങ്കീർത്തനം 110:4 കർത്താവ് ശപഥം ചെയ്തു, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്, എന്നേക്കും സമർപ്പിത സന്യാസിനിയുമാണ്. സമ്പൂർണ്ണ സമർപ്പണം. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അബ്രാഹാം ഒരിക്കൽ യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ എന്താ സംഭവിച്ചത്? എങ്ങി നിന്നോ ഒരു പുരോഹിതൻ വരികയാണ്, അപ്പവും വീഞ്ഞും വഹിച്ചുകൊണ്ട്. സാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൈകളിലേന്തി അബ്രാഹത്തെ ഗ്രീറ്റ് ചെയ്യാൻ വന്നു. അവനെ ആശീർവദിച്ചു. ബൈബിളിൽ ഏറ്റവും ആദ്യമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി 14:18 അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അപ്പവും വീഞ്ഞും പിടിച്ചാ വന്നിരിക്കുന്നത് കൃതജ്ഞതാ ബലി അർപ്പിക്കാൻ. ഈ ബലിയർപ്പണം തന്നെ ഒരു ആഗോള സ്വാധീനമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. കാരണം ഈ ബലിയർപ്പണം ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ളതാണ്. The bread that I give is for the life of the whole world. ഞാൻ തരുന്ന അപ്പം, എൻ്റെ ശരീരം ലോകത്തിന്റെ ജീവന് വേണ്ടി നൽകുന്നതാണ്. യോഹന്നാന്റെ 6 പറയുന്നു. യോഹന്നാന്റെ 6. അപ്പോൾ ബലിയർപ്പണം ഒരു കൃതജ്ഞതാ ബലിയും ലോകം മുഴുവനും വേണ്ടിയുള്ള
മധ്യസ്ഥ പ്രാർത്ഥനയുമാണ്. സങ്കീർത്തനം 116:12. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്ത് അവിടുത്തേക്ക് കൊടുക്കും? രക്ഷയുടെ കാസായി എടുത്തുകൊണ്ട് ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരം. പ്രിയപ്പെട്ടവരെ, ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവൻ പിൻവലിക്കപ്പെട്ടാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുവോ? നമ്മൾ ജനിച്ച അവസരത്തിൽ തന്നെ നമ്മൾ മരിച്ചു പോയാൽ ജീവിക്കുവോ? നമ്മൾ ഉണ്ടായി ദൈവം തൻ്റെ ജീവശ്വാസം ഭ്രൂണത്തിലേക്ക് നിക്ഷേപിച്ചു. ആത്മാവിനെ ഓരോരുത്തർക്കും വേണ്ടി ഒരു സൃഷ്ടികർമ്മം അവിടെ നിർവഹിക്കുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയ്ക്കൊന്നും ചെയ്യാനില്ല. എന്നാൽ ദൈവം ആ കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. ജീവിതകാലം മുഴുവൻ നമുക്കകത്തും പുറത്തും മുകളിലും താഴെയും ദൈവമുണ്ട്. പറന്നു പറന്ന് നീ ആകാശത്തിന്റെ മണ്ടയിലെത്തിയാൽ ഞാൻ അവിടെയുണ്ട്. ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. നീ കടലിന്റെ ആഴത്തിലേക്ക് പോയാലോ ഞാൻ അവിടെയുമുണ്ട്. മരിച്ചുയർത്ത യേശു, ആത്മാവായ ദൈവം, വിളിക്കുന്നിടത്തൊക്കെ വരുന്നവനായ ദൈവം. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കർത്താവ് സമീപസ്ഥനാണ്. യേശുവേന്ന് വിളിക്കുമ്പോ വരുമെന്നു മാത്രമല്ല, കാലത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. മത്തായി 28:20. ദൈവം നുണ പറയുവോ? പിന്നെ എന്തിയെ നമ്മളിത് വിശ്വസിച്ചേറ്റു പറയാത്തേ? നമ്മൾ വിശ്വസിച്ചേറ്റു പറയുമ്പോഴാണ് ആ സാന്നിധ്യം സജീവമാകുന്നത്. അപ്പോഴാണ് ആത്മാഭിഷേകം വന്ന് നിറയുന്നത്. അപ്പോഴാണ് പൈശാചിക പിട വിട്ടുപോകുന്നത്. വചനം ഏറ്റുപറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിലപ്പെട്ടവരാണ്. ഞാനൊരു സിസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, സിസ്റ്ററിന്റെ അപ്പന് ചിലപ്പോൾ മുൻകോപം കാണും, അമ്മയ്ക്ക് വേറൊരു ദുശീലം കാണും, ചേട്ടന് ആങ്ങളയ്ക്ക്. പക്ഷെ സിസ്റ്ററിനെ ഇതിൽ നിന്നെല്ലാം മാറ്റി ഒരു ശുശ്രൂഷകയാക്കി മാറ്റിയതാണ്. അതിൻ്റെ വിശദീകരണം പങ്കുവെച്ചത് ഇങ്ങനെയാണ്. 1 പത്രോസ് 1:18-19. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ട് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്നെ വിലയ്ക്കു വാങ്ങി വേർതിരിച്ചതാണ്. ഗലാത്യർ 1:15. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവിടെ നിന്നെ വേർതിരിച്ചു. ആ വിളിയാൽ നമ്മൾ വേർതിരിക്കപ്പെട്ടു. ഈ വിളിക്ക് മാറ്റമില്ല. കർത്താവ് ശപഥം ചെയ്തു പറഞ്ഞു, മെൽക്കീസദേക്കിനെ പോലെ നീ എന്നേക്കും തെരഞ്ഞെടുക്കപ്പെട്ടവൻ, പുരോഹിതൻ, സന്യസ്തർ. ഇതിന് മാറ്റമുണ്ടാവുകയില്ല. God spoke solemnly and he will not change his word. പൗരോഹിത്യം ഉപേക്ഷിച്ചു പോയ ഒരു അച്ഛനെ 10 കൊല്ലം കണ്ടു കഴിഞ്ഞാലും അറിയാം, മുദ്രയുണ്ട്. കന്യാസ്ത്രീയെ കണ്ടാലും അറിയാം, മുദ്രയുണ്ട്. വെളിപാട് 5:9. നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന് പൂർത്തിയായ സംഭവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഈ കസേരയെ കയറിയിരിക്കുന്നത്. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതരുമാക്കി. അവർ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. അവർക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അധികാര വചനങ്ങൾ കുറിച്ചെടുക്കണം. വചനം പഠിക്കുക. ദിവസത്തിൽ 10-1, 10-2 സമയം വചനം പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കണം.
ഏത് വചനം? ദൈവാനുഭവം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, ജീവൻ നൽകുന്ന, അഭിഷേകം നൽകുന്ന, രോഗശാന്തി ചൊരിയുന്ന, പിശാചിന്റെ മേൽ അധികാരം നൽകുന്ന വാഗ്ദാന വചനങ്ങൾ നമ്മൾ ഏറ്റുപറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാട് 12:11 കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടുമാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത്. ശത്രു പിശാച് യേശുവിന്റെ തിരുരക്തം കൊണ്ട് ഇന്ന് യാത്ര ആരംഭിക്കുക പറയാന്നിടുക. കണ്ടുമുട്ടാനുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് വാഹനങ്ങൾ, ക്രോസ് ചെയ്യാൻ പോകുന്ന വ്യക്തികളെ തിരുരക്തം കൊണ്ട് തളിക്കുന്നു, അല്ലെങ്കിൽ തിരുരക്തം കൊണ്ട് തളിക്കണമേ, പൊതിയണമേ. ആ യാത്രയിൽ വാഹനാപകടം ഉണ്ടാവില്ല. സാത്താൻ വാഹനാപകടം ഉണ്ടാക്കില്ല. തിരുരക്തത്തിന് ശക്തിയുണ്ട്. വാ തുറന്നു പറയണം. നമുക്ക് കേൾക്കത്തക്ക രീതിയിലെങ്കിലും പറയണം. അടുത്തിരിക്കുന്നവൻ കേൾക്കുവോ, മറ്റേയാൾ കേൾക്കുവോ? എങ്ങനെ പേടിച്ച് ആയുഷ്കാലം മനുഷ്യപ്രീതി ബന്ധനത്തിൽ കഴിയരുത്. മനുഷ്യരെന്ത് വിചാരിക്കുമെന്ന് കരുതി ആയുഷ്കാലം മൂഢയായിട്ട് ഭീരുവായിട്ട് യൂസ്ലെസ് ആയിട്ട് കഴിയുകയാണ്. ഭീരുക്കൾ, മന്ത്രവാദികൾ, വ്യഭിചാരികൾ, അവർക്ക് നിശ്ചയിച്ചിരിക്കുന്നത് അഗ്നിയും കെടാത്ത തീയുമാണെന്ന് വെളിപാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞു. ഭീരുക്കൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. മനുഷ്യപ്രീതി നഷ്ടപ്പെടുമോ എന്ന് ഭയമുണ്ടെങ്കിൽ മനുഷ്യപ്രീതി നഷ്ടപ്പെടാൻ വേണ്ടി തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. മനുഷ്യരുടെ പ്രീതി എനിക്ക് വേണ്ട. ഗലാത്യർ 1:10 ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണോ എങ്കിൽ ദൈവത്തിന്റെ ദാസൻ ആകുമായിരുന്നില്ല. മനുഷ്യനെ പ്രതിയാണോ എൻ്റെ ലക്ഷ്യം എങ്കിൽ ഞാൻ ദൈവത്തിന്റെ ദാസൻ ആകുമായിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊക്കെ ഉള്ളത് ഒരു പരിധി പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ഹ്യൂമൻ വിസ്ഡമാണ്. ഹ്യൂമൻ ഇന്റലിജൻസ് കൊണ്ടാണ് പലതും നമ്മൾ ആലോചിക്കുന്നതും വിങ്ങിപ്പൊട്ടുന്നതും തെറ്റായ തീരുമാനം എടുക്കുന്നതും, അല്ലെങ്കിൽ കുറച്ചു നാളത്തേക്ക് ശരിയാ, പിന്നെ തെറ്റിപ്പോയി. അപ്പം ഹ്യൂമൻ വിസ്ഡം പോരാ. നേതൃത്വ ശുശ്രൂഷ ചെയ്യുന്ന നമുക്ക് ഡിവൈൻ വിസ്ഡം വേണം. അത് ചോദിച്ചോ, തന്നേക്കാം എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. എല്ലാ ദിവസവും ഏറ്റു പറഞ്ഞോ, ഒരു 3 പ്രാവശ്യം കിട്ടും. വചനം ഏറ്റു പറഞ്ഞാൽ മതി. കാലത്തും വൈകുന്നേരം അങ്ങ് ഏറ്റു പറഞ്ഞു. ഈ വാഗ്ദാന പ്രകാരം ദൈവിക ജ്ഞാനം കൊണ്ട് എന്നെയും ചുറ്റുമുള്ള ഒരു 10,000 ശുശ്രൂഷകരെയും നിറയ്ക്കണമേ. ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൂടി ഇരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കുക. സാത്താൻ എന്താ ചെയ്യുന്നത്? ഭയം ഉൽപ്പാദിപ്പിക്കും. അയ്യോ, അവരെന്നാ വിചാരിക്കും, ഇവരെന്നാ വിചാരിക്കും, ഞാൻ മുറിക്കകത്ത് കയറി ഇരുന്നേക്കാം. സാത്താൻ്റെ അടിമയായിട്ടിരിക്കും നമ്മൾ. എത്ര കൊല്ലം ചവടക്ക് വരുന്നത് വരെ ഈ ഇരിപ്പാണ്. അവരെന്നാ വിചാരിക്കും, ഇവരെന്നാ വിചാരിക്കും. അപ്പോൾ ശക്തനും ധീരനുമായിരിക്കുക. അതിനൊരു 50 പ്രാവശ്യം കൊന്ത ചെല്ലുന്ന പോലെ ചൊല്ലിക്ക്. ആ ഭയപ്പെടുത്തുന്ന ദുരാത്മാവ് വിട്ടുപോകും. വചനത്തിന് മുമ്പിൽ ഭയപ്പെടുത്തുന്ന ദുരാത്മാവ് വിട്ടുപോകും. ഒരു 50 പ്രാവശ്യം ഉറക്കം ഏറ്റു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് എന്റെയും ഇതുപോലെ ഭയപ്പെടുന്ന അനേകായിരങ്ങളുടെയും അനേക ലക്ഷങ്ങളുടെയും ഭയത്തിന്റെ ദുരാത്മാവ് വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 50:4 പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. ദുഃഖകാലത്ത്, സഹനകാലത്ത് പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് ശിഷ്യനെ എന്ന പോലെ എന്നെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. അധികാലത്ത് ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ ചില വചനങ്ങൾ ജ്വലിച്ചു കിട്ടും. അന്നേരെ അടിവരയിട്ട് വെക്കാം. സമയം പോലെ അത് കുറിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാവിനോടുള്ള ഭക്തി കുറഞ്ഞു പോയ 18 പേർക്ക് കൂടുതൽ അഭിഷേകത്തോടെ ജപമാല ചൊല്ലുവാനുള്ള കൃപ. മാതാവിനോടുള്ള ഭക്തി കുറയണമെന്നും ജപമാല മുടങ്ങണമെന്നും നിർബന്ധമുള്ള ആളുണ്ട്. ആരാണത്? സാത്താൻ. കാരണം ഒന്നാമത്തെ പ്രവചനം എന്നതാ? ഉൽപ്പത്തി 3:15. സാത്താനോട് പറഞ്ഞു, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവളുടെ സന്തതി നിന്റെ തല തകർക്കും. ആ വചനം കിടക്കാണ്. അതുകൊണ്ട് സാത്താന് നിർബന്ധമാണ് നമ്മൾ കൊന്ത ചെല്ലരുതെന്നും നന്മ പറഞ്ഞവരെയും ചെല്ലരുതെന്നും
നിർബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അവന്റെ തല തകർക്കുന്ന ഔഷധമാണ് ജപമാലയും നന്മ നിറഞ്ഞവരെന്നുള്ള നമസ്കാരവും. ഓരോ നന്മ നിറഞ്ഞവരത്തിലും 3 വചനം ഈശോയുടെ നാമവും ഉൾപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈശോയുടെ നാമത്തിൽ എന്തുവത്തിന് ശക്തിയുണ്ട്? അനന്തശക്തി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ജപമാലയും അല്ലാതെ 3 കൊല്ലം നടന്നയാളാണ് ഞാൻ. സാത്താൻ ഇങ്ങനെ തലയിൽ ഓതി തരും, എന്തിനാ ഇത്രയും നന്മ പറഞ്ഞു പറഞ്ഞിരുന്നു, വേറെ വല്ല ദൈവവചനം പറഞ്ഞാൽ പോയി. നല്ല ഉപദേശം തരുന്നത്. 3 കൊല്ലം മറ്റുള്ളൊരു കൊന്തയിലും ഞാൻ മടങ്ങാതിരിക്കും. അങ്ങനെ അവസാനം അമേരിക്കയിലെ ഒരു ധ്യാനം കഴിഞ്ഞ് വടക്കേ അമേരിക്കയിലെ രാജ്യമായ മെക്സിക്കോയിൽ ധ്യാനിപ്പിക്കാൻ പോയി. അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണത്. 1533 മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് 5000 പേർക്ക് ഇരിക്കാവുന്നൊരു ബസിലിക്ക ഇപ്പോൾ ഉണ്ട്. 2 കോടി പേര് ഓരോ കൊല്ലോടെ തീർത്ഥാടകരായിട്ട് വരും. അവിടെ ആ പള്ളിയിൽ ഞാനങ്ങനെ ഇരുന്നപ്പോൾ ഒരുപാട് നേരം ഇരുന്നു. ദൈവസ്നേഹം കൊണ്ടൊക്കെ നിറയാൻ തുടങ്ങി. അപ്പം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് പറഞ്ഞു, അച്ഛന് നഷ്ടപ്പെട്ടു പോയ മരിയ ഭക്തി ഇവിടെ വെച്ച് തിരിച്ചു കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഒരു പ്രവചനം കൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ മെജുഗോറിയിലയക്കും. മെജുഗോറി പോകാൻ ഒട്ടും താല്പര്യമില്ല, ഈസ്റ്റ് യൂറോപ്പാ. അവിടെ മലയാളികളാരും ക്ഷണിക്കാനുമില്ല, ധ്യാനം ഓർഗനൈസ് ചെയ്യാനുമില്ല. എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ധ്യാനം ഓർഗനൈസ് ചെയ്യാൻ മുൻകൈ എടുത്തിരുന്ന മലയാളികളാണ്. ഇവിടെ വന്ന് ധ്യാനമൊക്കെ കൂട്ടിയിട്ടുള്ളവർ. പല പ്രാവശ്യം കർത്താവ് ഈ പ്രവചനം ആവർത്തിച്ചുകൊണ്ടിരുന്നു, നിങ്ങളെ ഞാൻ മെജുഗോറിയിലയക്കുന്നു. ഒരിക്കൽ സ്വിറ്റ്സർലൻഡിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു 4 ദിവസം ഒഴിവ് കിടപ്പുണ്ടായിരുന്നു. അപ്പം കർത്താവ് പറഞ്ഞു, മെജുഗോറിയിൽ പോകാൻ ഒരുങ്ങുക. പ്രവചനം. അപ്പോൾ അന്ന് ധ്യാനം ഓർഗനൈസ് ഒരു അലക്സും ലില്ലിയാണ്. ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്, ഞങ്ങൾ കൂടെ പോരാം, പേടിക്കണ്ട. അപ്പോൾ 2 എംബസിയിലെ വിസ എടുക്കണം. ക്രൊവേഷ്യയിൽ ചെന്ന് ഇറങ്ങിയിട്ടാണ് ബോസ്നിയയിൽ അന്ന് പോകുന്നത്. അവിടെയാണ് മെജുഗോറി. ക്രൊവേഷ്യൻ എംബസി പിറ്റേ ദിവസം കാലത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് എടുക്കേണ്ടതായിരുന്നു, 30 ദിവസം കാത്തിരിക്കണം എന്നാണ്. പിന്നെ ബോസ്നിയയുടെ എംബസിയിൽ പോയി. അവരും പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് എടുക്കേണ്ടതായിരുന്നു, 30 ദിവസം കാത്തിരിക്കണം, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു. 10 പൈസ കിട്ടുന്ന മേടിച്ച് ചുണയായിട്ടോടെ ഇരുന്നാൽ പോരാ. അവർക്ക് ഉത്തരവാദിത്വമില്ല. അവരുടെ രാജ്യത്തെക്കുറിച്ച്, രാജ്യത്തിന് വരുമാനം കിട്ടുന്ന പരിപാടിയാണ്, അതിലൊന്നും അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ധ്യാനം ഓർഗനൈസ് ചെയ്യുന്ന ലില്ലി പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു ക്രൊവേഷ്യക്കാരി വരുന്നുണ്ട്, അവളെ ഒന്ന് വിളിച്ചു നോക്കണം എന്ന് പറഞ്ഞു. അവളെ വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്, ഇപ്പം തന്നെ ഞാൻ വരാം. 1 മണിക്കൂറിനകം ക്രൊവേഷ്യൻ വിസയും കിട്ടി. അവിടുന്ന് വിളിച്ചു, VIP ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. ബോസ്നിയ എംബസിലോട്ട് വിളിച്ചു. അവിടുന്ന് 1 മണിക്കൂറിനകം ബോസ്നിയന് വിസയും കിട്ടി. പിറ്റേ ദിവസം തന്നെ കാലത്ത് ഞങ്ങൾ പോയി 3 ദിവസം അവിടെ താമസിച്ചു. അന്ന് കെട്ടിടങ്ങളും സൗകര്യങ്ങളും താമസിക്കാനില്ലാത്ത കാലമാണ്, 96ലാണ്. ഇന്ന് ഇവിടെ പോകണമെങ്കിൽ ധാരാളം കെട്ടിടങ്ങളുണ്ട്. ഓരോ പ്രൈവറ്റ് ഏജൻസി പണിതിട്ടിരിക്കുന്നത്. ഒരു 3000, 4000, 5000 പേര് ഒരാഴ്ചയിലും വരും അവിടെ. യൂറോപ്പ്, അമേരിക്ക മുതലായ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാഭിഷേകം കിട്ടുന്നൊരു സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രോട്ടസ്റ്റന്റുകാർ അവിടെ വന്നാൽ കത്തോലിക്കരായിട്ടേ പോവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ അവർക്ക് പെട്ടെന്ന് വെളിപ്പെട്ട് കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ ഞാനൊരു വീടിൻ്റെ ഒരു മുറിയിലാണ് എനിക്ക് കിട്ടിയത്. ചെറിയ വാടക, അവർ തന്നെ ഭക്ഷണം തരും. ഒരു 4 മണിക്ക് ഞാൻ വരാന്തയിൽ ഒരു കസേരയിൽ അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പ്രസംഗം ഞാൻ കേൾക്കാൻ തുടങ്ങി. എവിടുന്നാ പ്രസംഗം വരുന്നറിയാൻ ഞാൻ തല ഇങ്ങനെ വട്ടവിട്ട് ഇങ്ങനെ തിരിച്ചു. ആരെയും കാണാനില്ല. പ്രവചനമായിരുന്നു. ജപമാലയെക്കുറിച്ചുള്ള വചനപ്രഘോഷണമാണ്. എന്താണ് ജപമാല? പ്രേയിങ് വിത്ത് മേരി, മെഡിറ്റേറ്റിംഗ് ഓൺ ദ ലൈഫ് ഓഫ് ജീസസ്. By the merits of the life of Jesus, you will be filled with the Holy Spirit and many others for whom you say the rosary. മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ ജീവിതം ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ യോഗ്യതയാൽ ജപമാല ചൊല്ലുന്നവർക്കും ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാഭിഷേകം. എത്ര നാളായി ജപമാല എല്ലാം തുടങ്ങിയിട്ട്? ചുമ്മാ അങ്ങ് ചൊല്ലിയേക്കാണ്. അപ്പനമ്മയും പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, ഇടയ്ക്ക് പറഞ്ഞു. എന്താണ് ജപമാലയുടെ നിർവചനം? പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ ജീവിതം ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ യോഗ്യതയിൽ ജപമാല ചൊല്ലുന്നവർക്കും ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നു. ഒരിക്കൽ കൂടെ പറയാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ ജീവിതം ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു,
യേശുവിൻ്റെ ജീവിതത്തിൻ്റെ യോഗ്യതയിൽ ജപമാല ചൊല്ലുന്നവർക്കും ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാഭിഷേകം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കട്ടപ്പന ഒരു സ്ഥലത്ത് എൻ്റെ അപ്പൻ്റെ പെങ്ങടെ മകൻ മരിച്ചപ്പോൾ പോകാൻ പറ്റിയില്ല. 40-ന് കുർബാനയ്ക്ക് മലബാറിലുള്ള എൻ്റെ അനിയൻ വന്നു. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഏതാനും പേരെ കൂടെ ഒരു സുമോ വാനിലങ്ങനെ പോവാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ജപമാല ചെല്ലാൻ തുടങ്ങി. ഞാൻ തലകുത്തി കിടന്ന് ഉറങ്ങാനും തുടങ്ങി. അപ്പം അനിയൻ പറയില്ലെന്ന് ചോദിച്ചു, ഇന്നലെ രാത്രി ഉറങ്ങിയില്ലെന്ന് ചോദിച്ചു. ഉറങ്ങിയതല്ല, പരിശുദ്ധാത്മ അഭിഷേകമാണ് ഇപ്പം കണ്ടത്. ഇതിൻ്റെ പേര് റെസ്റ്റിംഗ് ഇൻ ദ സ്പിരിറ്റ് എന്നാണ്. ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് മുന്നേ പോയി ഏതിടവകയ്ക്ക് വേണ്ടി ജപമാല ചെല്ലിയോ നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അവിടെ അഭിഷേകം കൊടുത്തു കഴിഞ്ഞിരിക്കും. വലിയ ബന്ധനങ്ങളും പൈശാചിക പീഡകളും നിർവീര്യമാകും ജപമാല ചൊല്ലുമ്പോൾ. അതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ ചെന്ന് കുർബാനയ്ക്ക് വന്ന 100-200 പേരുണ്ട്. എല്ലാവർക്കും രോഗശാന്തി അത്ഭുതങ്ങളും അടയാളങ്ങളും വാരിക്കോരി. ജപമാലയ്ക്ക് ആ ശക്തിയുണ്ട്. ജപമാല ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ ജീവിതം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. ജപമാല ചൊല്ലുന്നവർക്കും ആർക്കു വേണ്ടി ജപമാല ചെല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാഭിഷേകം. അതിൻ്റെ ഫലമോ പാപം, ദുശീലം, സാത്താൻ്റെ അഭിഷേകം നിർവീര്യമാകുന്നു. പിശാചിൻ്റെ രാജ്യം തകർക്കപ്പെടുന്നു. പിശാചിന് ഇഷ്ടമില്ല ജപമാല ചെല്ലാൻ. ഈശോ ഒരു ദർശനത്തിൽ മരിയ എന്ന ഒരു കന്യാസ്ത്രീയോട് പറഞ്ഞു, ജപമാല കയ്യിൽ നിന്ന് വിടരുത്. എന്നിട്ട് ഈശോ ഒരു കഥ പറയുന്ന പോലെ പറയാണ്, എൻ്റെ അമ്മ സ്വർഗത്തിലേക്ക് പോയിട്ട് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ പീഡാനുഭവ സ്ഥലത്തുകൂടി എല്ലാം പോയപ്പോൾ രക്തത്തുള്ളികൾ വീണ് കിടക്കുന്ന സ്ഥലം കണ്ടു. അമ്മ ഓരോന്നും പെറുക്കിയെടുക്കാൻ തുടങ്ങി. അമ്മയുടെ കണ്ണുനീരും ആ സമയത്ത് വീഴുന്നുണ്ടായിരുന്നു. എൻ്റെ രക്തത്തുള്ളികളും അമ്മയുടെ കണ്ണുനീർത്തുകളും ചേർത്ത് കോർത്തിണക്കി ഉണ്ടാക്കിയതാണ് ജപമാല. അത് കയ്യിൽ നിന്ന് വിട്ടേക്കരുത്. നമുക്കും ചുറ്റുമുള്ള ആയിരങ്ങൾക്കും പരിശുദ്ധാത്മാഭിഷേകം കിട്ടാനുള്ള പിശാചിനെതിരായിട്ടുള്ള ശക്തമായ ആയുധം. ജപമാല ഉപേക്ഷിക്കുന്നവരെ പിശാച് വിഴുങ്ങും. പ്രൈസ് ദി ലോർഡ്. അത് സത്യമാണ്, കാര്യമാണ്. പിശാചിൻ്റെ കയ്യിലാവും അവർ. പ്രൈസ് ദി ലോർഡ്. സഭകൾ വിഭജിച്ച് പൊക്കോളും. 50,000 സഭകളുണ്ട്, മാതാവില്ല. 50,000 സഭകൾ. ഇനിയും വേണമെങ്കിൽ നോക്കി നിൽക്കുമ്പോൾ 1,00,000 സഭയുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാതാവുള്ളിടത്ത് യൂണിറ്റി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വരദാനങ്ങൾക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? വരദാനങ്ങളുടെ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കണം. എന്നിട്ട് പറയാ, ഇതേ വരങ്ങൾ എനിക്കും ചുറ്റുമുള്ള 10,000 50,000 ശുശ്രൂഷകർക്കും നൽകണമേ. നമുക്ക് മാത്രം പോരാ, സഭ മുഴുവൻ കത്തിച്ചലിക്കണം. ഹല്ലേലൂയ. 50 ലക്ഷം ശുശ്രൂഷകരുണ്ട് മാർപ്പാപ്പയുടെ കീഴിൽ തന്നെ. അതെങ്ങനെയാ? 5 ലക്ഷം വൈദികര്, 5000 മെത്രാന്മാര്, 8 ലക്ഷം സന്യസ്തര്, 32 ലക്ഷം അൽമായ പ്രേക്ഷിതര്, ഇതെല്ലാം കൂടി 50 ലക്ഷം വരും. ഞാൻ പ്രാർത്ഥിക്കുന്നത് 50 ലക്ഷം പ്ലസ് 50 ലക്ഷം എന്ന് പറഞ്ഞാൽ നോൺ കാത്തലിക് ശുശ്രൂഷകർ 50, നമ്മുടേത് 50. എല്ലാവരെയും പരിശുദ്ധാത്മാവെന്ന് നിറയ്ക്കണം. ഒറ്റയ്ക്ക് ഇനി സുവിശേഷം ലോകത്തിൽ എത്തിക്കാൻ പറ്റില്ല നമുക്ക്. കാരണം ലോകത്തിൽ അത്രമാത്രം തിന്മ പെരുകി കഴിഞ്ഞു. കൂട്ടായ്മയിൽ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. മാർപ്പാപ്പ ഹൂസ്റ്റണിലുള്ള ഒരു പന്തക്കുസ്ത പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഐക്യപ്പെടാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സ്നേഹത്തിലാകണമെന്ന് പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്മസിന് ഹെലികോപ്റ്റർ എടുത്ത് ഒരു പന്തക്കുസ്ത പാസ്റ്ററെ കാണാൻ മാർപ്പാപ്പ പോയെന്നൊരു കഥയുണ്ട്. ക്രിസ്മസ് വീക്ഷിക്കാൻ നമ്മൾ തമ്മിൽ തന്നെ പുറത്തോട്ട് പോയിട്ട് സ്നേഹക്കൂട്ടായ്മയിലേക്ക് അവരെ ആകർഷിക്കുക. ഒറ്റക്കെട്ടായിട്ട് യേശുവിന് സാക്ഷ്യം വഹിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും.